പോളേട്ടനെ ആദരപൂർവ്വം 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ പല കാലഘട്ടങ്ങളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ എഴുതുന്നൊരു പുസ്തകം പ്രസാദനം ചെയ്യാൻ സാധിക്കുന്നത്. അത് ആ റെക്കോർഡ് കൈവരിച്ചത് നമ്മുടെ അക്കാഫ് അസോസിയേഷനാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 11 പുസ്തകങ്ങൾ അതുപോലെ റിലീസ് ചെയ്യാൻ പറ്റി. ഈ വർഷം വീണ്ടും ഏകദേശം 10 ബുക്ക് കൺഫേം ആയിട്ടുണ്ട്, 11 എണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കലാലയത്തിൽ പല കാലഘട്ടങ്ങളിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ അനുഭവങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സംവാദങ്ങൾ, ഇതെല്ലാം നമുക്ക് വരും തലമുറയ്ക്കും ഇപ്പോൾ ഉള്ള ആൾക്കാർക്കും അറിയുന്നതിന് വലിയൊരു റെഡി റെക്കൻഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പുസ്തകമാണിത്. ശരിക്കും നമ്മളുടെ പഴയ കാലത്തെ ചിന്താഗതികളും ഒക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ അതിനെപ്പറ്റി പ്രതിപാദനം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കോളേജ് ക്യാമ്പസ്, അക്കാഫ് എന്ന് പറയുന്നത് തന്നെ ഒരു കോളേജ് ക്യാമ്പസാണ്. ആ ക്യാമ്പസിനകത്ത് വീണ്ടും അതിൻ്റെ പുനർജീവനം ഉണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ടുള്ളൊരു സൃഷ്ടിയാണ് കോളേജിൻ്റെ ഈ എൻ്റെ കലാലയം എന്ന സീരീസിലെ പുസ്തകങ്ങൾ. അപ്പം പുതിയ എഴുത്തുകാരെ സൃഷ്ടിക്കുക. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതിനകത്ത് എഴുതി ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പുസ്തകങ്ങളുമായിട്ട് മുന്നോട്ട് വരട്ടെ. ഈ വർഷത്തെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ അക്കാഫ് അസോസിയേഷൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഇതുവരെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും നമ്മുടെ ഇടയിലുള്ള എഴുത്തുകാരുടെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അപ്പം ഇപ്പോൾ ഈ വർഷം നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളും അവിടെ നമ്മുടെ സ്റ്റോളിലുണ്ടാകും. അപ്പം നമ്മളും സാഹിത്യരംഗത്ത് വലിയൊരു സംഭാവനയായി അക്കാഫ് അസോസിയേഷൻ മുന്നോട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കൂട്ടായ്മ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനും ഈ നാടിനും മറ്റുള്ള സമൂഹങ്ങൾക്കെല്ലാം ഒരു മാതൃകയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാരണം മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. നമ്മുടെ ഈ ഇവിടെയൊക്കെയുള്ള ആൾക്കാരെ സാധാരണഗതിയിൽ ഇവിടുന്ന് വേറെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓവർസീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. പക്ഷെ ഒരു വ്യക്തിയെ മാത്രം ഓവർസീസ് ഗ്രൂപ്പിൽ ഇതുവരെ ആഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് ഔട്ടാക്കിയിട്ട് വേണം അവിടെ ആഡ് ചെയ്യാൻ. ഇതുവരെ ആഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആത്മാവ് ഇങ്ങനെ നമ്മുടെ കൂടെ എപ്പോഴും പറഞ്ഞു നടക്കുകയാണ്. ലണ്ടനിലെ തെരുവിലുണ്ടെങ്കിലും ഇവിടെ നമ്മുടെ എല്ലാത്തിനും സാമീപ്യത്തോടെ നമ്മളോടൊപ്പം. അതൊക്കെയാണ് നമ്മുടെ ഒരു മാനസിക വികാരം, മാനസിക സ്നേഹം, സന്തോഷം. അതൊക്കെ നമുക്ക് വേറെ എവിടെയും കിട്ടുന്ന ഏത് ഓർഗനൈസേഷനിൽ പോയാലും നമുക്ക് കിട്ടുന്ന ഒന്നല്ല. അപ്പം ഇത് കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടായി നമ്മൾ വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടായ്മയുടെ ആ സ്നേഹം അത് നമുക്ക് സർവശക്തനായ ദൈവം എന്നും നിലനിർത്തി തരട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ചുക്കാൻ പിടിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ടവരാണ്. കാരണം യുവതലമുറയാണ്. നിങ്ങളുടെ കോളേജ് ക്യാമ്പസ് ഒരു നൊസ്റ്റാൾജിയായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ആ നൊസ്റ്റാൾജിയയിൽ നല്ലൊരു സന്തോഷം പങ്കിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ പുസ്തകത്തിൻ്റെ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളൊന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല ഒരു സംഭാവനയായിരിക്കും എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൊരു പ്രത്യാശയോടെ ഇന്നത്തെ നിങ്ങളുടെ ഈ പുസ്തകത്തിൻ്റെ കവർ പ്രസിദ്ധീകരണത്തിൻ്റെ ഈ സമ്മേളനം നല്ല ഒരു ഈവനിങ് നിങ്ങൾക്ക് സംഭാവന ചെയ്യട്ടെ. സന്തോഷം. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.